ഹലോ. ഇന്നലെ കുഞ്ഞാവയുടെ നൂലുകെട്ടായിരുന്നു. നൂലുകെട്ട് സാധാരണ 28-നാണ് നടത്താറുള്ളത്, പക്ഷെ ഞങ്ങൾ നടത്തിയത് 48-നാണ്. ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഒന്നും അതിനില്ല. പലതും പല വീഡിയോസ് ഒക്കെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഇടാന്ന് വിചാരിച്ചു. വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമായാൽ അതെന്തായാലും അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കണ്ണ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. അപ്പം കുറച്ച് സാധനങ്ങൾ കുഞ്ഞാവയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് അപ്പം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ വീഡിയോ ആണിത്. ഓക്കെ, ഫസ്റ്റ് കുഞ്ഞാവയ്ക്ക് നൂലുകെട്ടാനുള്ള നേരിയത് എന്നല്ലാണ് പറയുന്നത്. അത് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഇത് എല്ലാ കുഞ്ഞാവകളും ഉള്ള വീട്ടിൽ അത്യാവശ്യമുള്ള വേണ്ട ഒരു സാധനമാണ്. ഇതാണിപ്പോ വേറെന്തോന്നില്ല. ബെഡ് പ്രൊട്ടക്ടർ. ഇത് അത്യാവശ്യമുള്ളൊരു ഇതാണ്. അത് വലുത് വാങ്ങിച്ചിട്ടുണ്ട്. ചെറുതിവിടെ ഒരു 3 ഉണ്ടായിരുന്നു. ഇതല്ലാതെ എക്സ്ട്രാ വാങ്ങിച്ചാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ചെറുത് വാങ്ങാതെ വലുത് നോക്കി വാങ്ങും. നെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ബേബി സെറ്റ് അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോ ഇത് ആൺകുട്ടിക്കുള്ള അല്ലല്ലേ? ഇത് അങ്ങനെയല്ല, ആർക്ക് വേണം എടുക്കാം. പെൺകുട്ടി രണ്ടുപേർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് തൊപ്പിയാണ് ആദ്യമുള്ളത്. ജസ്റ്റ് ചെറിയൊരു തൊപ്പി. ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്. എന്തോ പറയും. അതിന്റെ വേറൊരു ഇത്ര കൈയൊന്നും ഇല്ലാത്ത അവനൊരു 2-3 ഉണ്ട്. ഇടാൻ കുറച്ച് പാടാണ്, പക്ഷേ നല്ല രസമാണ്. പിന്നെ ഇതൊരു 2 ഈ കുഞ്ഞാക്കി ഫുഡൊക്കെ കൊടുക്കുമ്പം ഉപയോഗിക്കാനുള്ളതാണ്. അതൊരു 2 ഉണ്ട്. അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം അതിന്റെ ക്ലോത്ത് ഒക്കെ നല്ലതാണ്. പക്ഷെ ഫുഡൊക്കെ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു യൂസിന് തന്നെ ഇത് ഇല്ലാതായി പോകും, വൈറ്റ് കളർ ആയതുകൊണ്ട്. അടുത്തത് ഇതൊരു സെറ്റാണ്. ഒരു ഉടുപ്പും അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു പാൻറ്. പിന്നെ ഉള്ളത് ഇങ്ങനെ കാലിലൊക്കെ ഇടാനുള്ള ഈ ഒരു സ്റ്റേജൊക്കെ അവർ കഴിഞ്ഞ്, എന്നാലും ഇട്ട് കൊടുക്കാം എപ്പോഴെങ്കിലും. തണുപ്പൊക്കെ വരുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇപ്പൊ പിന്നെ ഇവിടത്തെ ചൂട് ഭയങ്കര ചൂടായതുകൊണ്ട്, പാലക്കാടിൽ ചൂട് കാരണം ഇതൊന്നും ഇപ്പൊ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് പഴയതാണ്, ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു കല്യാണത്തിന് വേണ്ടി നേവക്കുട്ടിക്ക് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നുകൊണ്ട് അത്ര നല്ല ഡ്രസ്സൊന്നും എടുത്തോണ്ട് വന്നില്ല. അപ്പോൾ നമുക്ക് നൂലിട്ടിടാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തോണ്ട് വന്നു. ഒരു പാവാടയും അതിൻ്റെ ഒരു ടോപ്പും. പിന്നെ ഇത് നൂലിട്ടിന് വാങ്ങുന്ന നൂലല്ലേ, നൂലിട്ടിന് വാങ്ങുന്ന നൂലാണ്. ഇത് ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പോഴാണ് കേട്ടോ നോക്കാം. ചെയ്യാൻ പറ്റൂ? എങ്ങനെ ഉണ്ടോ വീഡിയോ? ഇതിപ്പോ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇതിൽ കുറച്ച് കരിവള വരുന്നുണ്ട്. പിന്നെ ഇതിനെന്തെന്ന് പറയണോ, ഇത് വളയില്ലേ, ഈ നടുക്കിടക്കണ ഇതെന്ന് പറയണ. പിന്നെ നൂല് കെട്ട് സെറ്റ് എന്നാണ് എഴുതിക്കണ കേട്ടാ. കുറുത്തി നൂല്, ഇരുമ്പ് വള, കരിവള, നായ്ക്കാശ്, നൂറിക്കല്ല്, വലം പിരി, ഇടം പിരി, കറുത്തണ്. ഇതാണ് ഒരു സെറ്റിൽ പറഞ്ഞത്. പിന്നെന്താണ്, പിന്നെ നല്ല ക്യൂട്ട് കാൽത്തളമുണ്ട്. നല്ല രസമായിരിക്കില്ലേ? പിന്നെ ആ കാലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ കാണുമ്പോൾ നല്ല രസമായിരിക്കും ഇട്ടിട്ട്. ഇതുണ്ട്. ഇത് നമ്മൾ കുഞ്ഞാവയ്ക്ക് നൂല് കെട്ടി കൊടുക്കുമ്പോൾ മൂത്താക്ക് എന്തായാലും കുറച്ച് സങ്കടമല്ല, അവൾക്കൊരാഗ്രഹം വേണം, അവൾക്കും വേണമല്ലോ. അവൾക്ക് ഓൾറെഡി മുമ്പേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൊരു വെള്ളിയറിഞ്ഞാണമാണ്. അവള് അത്ര അങ്ങോട്ട് ഇടൂല. അപ്പൊ ഇന്നത്തെ ദിവസം അവൾക്ക് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതുകൂടെ എടുത്തോണ്ട് വന്നു വീട്ടിൽ നിന്ന്. ഇത് മാല.
ഇപ്പൊ ഓൾറെഡി സ്വർണത്തിന് നല്ല റേറ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മളെ കൊണ്ട് വാങ്ങാൻ ഒരുപാട് ഇതുള്ളത് കൊണ്ട് നമ്മൾ പഴയ മാലയാണ് സെലക്ട് ചെയ്തത്. ഇത് പിന്നെ അങ്ങനെ ഒരുപാട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിന്നാണ്. കുഞ്ഞു വാവയുടെ കഴുത്തിലൊക്കെ സപ്പോസ് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ മുറിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരം ഇട്ട് കൊടുക്കുള്ളൂ. അപ്പൊ നിങ്ങളും കുഞ്ഞാവകൾക്ക് മാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂക്ഷിക്കുക. കഴിവതും ഈ പ്രായത്തിൽ ഇടാതെ കുറച്ചൊക്കെ ഒത്തി വളർന്നിട്ടിടുക. കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് കാണും. ഒരു കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വളയും മാലയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ടൈം ഇടുമ്പോൾ അവർക്ക് നമ്മളുടെ ആ ബുദ്ധിമുട്ട് പറയാനും പറ്റൂല. പക്ഷെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് മാല. പിന്നെ കുറച്ച് വള ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുഞ്ഞില്ലേ നേവയ്ക്ക് കിട്ടിയത്. അപ്പം വളയുണ്ട്, മോതിരമുണ്ട്. സ്വർണ്ണം നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ വളരെ ചെറിയൊരു നൂലേട്ടാണ് ഞാനും കണ്ണനും നേവയെ കുഞ്ഞാവയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കുഞ്ഞാവെ ഒന്ന് റെഡിയാക്കാൻ പോകാം. നേവ കുട്ടി രാവിലെ എഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി നല്ല ഉറക്കമാണ്. അപ്പൊ അവളെ ഇനി കുളിപ്പിക്കണം. കുഞ്ഞിനെ ഓൾറെഡി കുളിപ്പിച്ച് നമുക്ക് നേവ കുട്ടിയെ സെറ്റ് ആക്കിയിട്ട് കുഞ്ഞാവെ എഴുപ്പിച്ച് പെട്ടെന്ന് നൂലൊക്കെ ഇട്ടാം. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഹായ് കൊടുത്താണ് ക്യാമറയ്ക്ക്. ഹായ്. കെട്ടി കൊടുക്കട്ടെ നേവ. നോക്ക് കുഞ്ഞാവി കരഞ്ഞാണ് കെട്ടി കൊടുക്കാം. കരയണ്ട പോട്ട്. ഓ അരഞ്ഞാണ് കെട്ടണത്. ഇവിടെ നിന്നോ. ഇത് നോക്കിയാണ് കാറ്റടിച്ചു പോയാ. അപ്പ പിടിച്ചോ. പോട്ട്. തലക്കടിക്കുന്നു കുട്ടി. കുട്ടി കയറിയാണ് കെട്ടിയാണ്. എനിക്ക് അങ്ങനെ പിടിച്ചു കൊടുക്കും. പിന്നെ ഊരാൻ കേട്ടോ. അത് മാറ്റാനില്ല. സുന്ദരിയായി. കാലത്തെ വരെ ഇട്ടോടുവാ. ഇനി മുറുക്കിട്ടിട്ട് ഇങ്ങനെ കിട്ടും. മറ്റേ കാത്ര എടുത്തോ. മറ്റേ രണ്ട് കാലിട്ടോടുവാ. ഇതെടുത്തോ. ഇങ്ങനെ ഇട്ട് പതുക്കെ വെക്കളെ. അപ്പൊ ആക്കി തരാം. ഇനി അടുപ്പിച്ചിട്ട് ഇത് കയ്യിലിട്ടോളൂ. കയ്യില് മുറുകട്ട. ഇട്ടോടെ. അതാണ്ട മന ഇതിട്ടോളൂ. മുറുക്കിട്ടോളൂ. ഇതിപ്പോ ഇനി മാല ഇട്ടോളൂ. ഞാൻ മാറ്റിത്തരാം. ആള് മാറിപ്പോയല്ലോ. മാറ്റിത്തരാം. നമ്മളെ കാണിച്ചോട്. എടുക്കാം.
ഫോട്ടോ എടുത്താണ് മക്കളെ നോക്കിയോ ചിരിച്ചാണ് പാൽത്തള ഇതൊന്നും കാണിക്കാൻ ഇപ്പൊ പറ്റൂല, പിന്നെ എന്റെ കാണിച്ചു. എന്തു പറയാ, ഒരു 10-100 ചാനൽ ഉണ്ടാക്കി. ഓക്കെ ടാറ്റ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അത് വേണ്ട, അത് മതി. അത് ബോറായി. അത് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാണ് ഇത് ഒറിജിനാലിറ്റി എന്ന് പറയാം. നൂലിട്ട് എങ്ങനെയുണ്ട് പറ. ഇല്ല, ഓഫ് ചെയ്യൂല. പറ നൂലിട്ട് എങ്ങനെയുണ്ട്. രണ്ടൊരു മാസമുള്ള നൂലിട്ട് സൈലന്റ് ഇട്ടങ്ങ് പോയില്ലേ നൂലിട്ടൊക്കെ. അപ്പൊ നിങ്ങക്ക് നൂലിട്ട് ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെടാതിരിക്കണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം പറ. പുതിയ മെമ്പറാണ് എന്റെ ചാനലില്. അങ്ങനെ അല്ലല്ലോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുവരണ നേവ ഒഴിച്ചുള്ള ആദ്യത്തെ ആള്. ദിസ് ഈസ് മൈ ഹസ്ബൻഡ് കണ്ണൻ. പണ്ട് ഷെഫായിരുന്നു, ഇപ്പൊ ഓട്ടോ ഡ്രൈവറാണ്. അല്ലേ? അങ്ങനെ പറയാം. നമ്മള് എന്റെ പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് അല്ലേ? പൈസ ഉണ്ടാക്കുന്ന മാത്രമല്ല, എനിക്കതാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യൂട്യൂബ് ചാനൽ തുടങ്ങിയ മെയിൻ റീസണേ പൈസ ഉണ്ടാക്കാന്നുള്ള ഇതാണ്. നല്ല ജോലി കിട്ടി. ആ, പോയി കഴിഞ്ഞാ ശമ്പളം കുറവാണ്, അപ്പം ശമ്പളം കിട്ടും. ഡെലിവറി അനുസരിച്ച് നമുക്ക് കാർഗോ ഡെലിവറി ആണ് ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. കേൾക്കണമെന്ന് ചോദിച്ചാൽ മനസ്സിലാവുമായിരിക്കും. സാധനങ്ങൾ ഡെലിവറി ചെയ്യണം, അവിടെ നിന്ന് ക്യാഷ് കിട്ടും. അതുകൊണ്ട് പോകുന്നു. ഓക്കെ ടാറ്റ. പിന്നെ കുഞ്ഞാവ് ആരുടെ ഫേസ് കട്ടാണ്? രണ്ടുപേരും ആരും വളർന്നു വരുമ്പോ അറിയാം. എനിക്ക് തോന്നണ എന്റെ ഒരു ഫേസ് കട്ടും ഇല്ല. നേവയും ആർദ്രവും ഇദ്ദേഹത്തിന്റെയാണ് ഫേസ് കട്ട്. അതൊരു ഇതില് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കണ്ണപ്പൻ എന്നാണ് വിളിക്കണം. ചേട്ടാന്ന് വിളിക്കാൻ പറയും, പക്ഷെ ഞാൻ വിളിക്കില്ല. അല്ലേ? കോമഡി ആയിട്ടുണ്ട്. ക്യാമറ നോക്കിയാണ് പപ്പേ നോക്കിയാണ് പപ്പേ പപ്പേ നോക്കിയാണ് പപ്പേ പപ്പേ നോക്ക് പപ്പേ. കരയണ്ട